അടുത്ത സെക്ഷൻ ഞാനൊരു കാര്യം വായിക്കാം. നോക്കൂ, യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. ഓക്കെ, നമ്മൾ യൂണിഫൈഡ് എന്നുള്ള വേർഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അറ്റോമിക് മാസ് യൂണിറ്റ് AMU എന്ന് എഴുതും. കേട്ടിട്ടുണ്ടോ? എന്താണ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? ആറ്റം ഇല്ലേ, ആറ്റത്തിന്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് ഒക്കെ ഇല്ലേ, അതെല്ലാം ചെറുതാണോ? ചക്കയുടെ അത്രയും വരുമോ? ആറ്റത്തിന്റെ അകത്തുള്ള പാർട്ടിക്കിൾ എത്ര വരും? അഭിപ്രായം പറ, എത്ര വരും? ചക്കയുടെ സൈസിൽ വരുമോ അതോ മാങ്ങയുടെ സൈസിലാണോ വരുന്നത്? മാങ്ങയുടെ. കൊള്ളാം. നോക്കൂ, ആറ്റത്തിന്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് മാങ്ങയുടെ സൈസിൽ വരുമെന്ന്. നോക്കൂ, അവന്റെ വീട്ടിന്റെ അവിടെയൊക്കെ ആറ്റം അത്രയും വലുതാണ്. നോക്കൂ, ആണാ കൊല്ലിഞ്ഞൻ. നോക്കൂ, ഇവിടെ നോക്കൂ, അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റം വളരെ ചെറിയ സാധനമാണ്. ആറ്റത്തിന്റെ അകത്തിരിക്കുന്ന പാർട്ടിക്കിൾസും വളരെ ചെറിയ സാധനങ്ങളാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ മാസ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞു യൂണിറ്റ് ആണ് അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പൊ എന്തിനാണ് അറ്റോമിക് മാസ് യൂണിറ്റ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ നോക്കൂ, ആറ്റത്തിനേക്കാളും ചെറിയ സാധനങ്ങൾ, അതിൻ്റെയൊക്കെ മാസ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ യൂണിറ്റ് ആണ് അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പൊ ഇത് എന്തിന്റെ യൂണിറ്റ് ആണ്? യൂണിറ്റ് ഓഫ് മാസ്. യൂണിറ്റ് ഓഫ് മാസ് മറക്കരുത്. അറ്റോമിക് മാസ് യൂണിറ്റിനെ നമ്മൾ U എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ് റെപ്രസെന്റ് ചെയ്യുക? U. ഇനി ഒരു U എന്ന് പറഞ്ഞാൽ നോക്കൂ, നമ്മുടെ ഓർഡിനറി കാർബൺ ഇല്ലേ, ഓർഡിനറി കാർബണിന്റെ മാസിന്റെ 1/12 വിളിക്കുന്ന 1/12 ഓഫ് മാസ് ഓഫ് ഓർഡിനറി കാർബൺ. ഓർഡിനറി കാർബണിന്റെ മാസിന്റെ 1/12 വിളിക്കുന്ന പേരാണ് 1U. ഒരു U എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1.66 into 10⁻⁻27 കിലോഗ്രാം എന്ന് വരും. ഒരു വലിയ വാല്യൂ ആണ്, അതിനെ ഞാൻ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. നോക്ക്, 1.66 into 10⁻⁻27 കിലോഗ്രാമിനെ വിളിക്കുന്ന പേരാണ് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ്. കുളമാക്കരുത്. Name the unit used to express mass of atoms and particles inside atomic mass unit. What is the representation of atomic mass unit? U. Then atomic mass unit is a unit of dash mass. Then one atomic mass unit is 1/12 the mass of dash carbon, ordinary carbon. Ordinary carbon means carbon 12. Then one atomic mass unit is equal to dash kilogram, 1.66 into 10⁻⁻27 kilogram. Keep in mind. Once again, what is atomic mass unit? It is a unit used to express mass of atoms and particles inside. Then one atomic mass unit is represented by the letter U. Then atomic mass unit is a unit of dash mass. Then one atomic mass unit is 1/12 the mass of carbon 12. One atomic mass unit is equal to 1.66 into 10⁻⁻27 kilogram. Any difficulty? ഒരുപാടുമില്ല. See, atomic mass unit is a unit of mass. Then atomic mass unit is represented by the letter Vinayak. Atomic mass unit is represented by the letter U. Then one U is equal to 1/12 the mass of Sri Kutambara carbon. Then അടുത്ത one atomic mass unit is equal to dash kilogram. പ്രണവ് പറയേ, one atomic mass unit is equal to dash kilogram. പറയൂ, 1.66 into 10⁻⁻27. Got it? ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകാം. ചെറിയ മാസുകൾ, സ്മോൾ മാസസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ടെക്നിക്ക് ഉപയോഗിക്കും. അതിൻ്റെ പേരാണ് മാസ് സ്പെക്ട്രോമീറ്റർ എന്ന് പറയും. എന്താണ് മാസ് സ്പെക്ട്രോമീറ്റർ? ജസ്റ്റ് കേട്ടങ്ങ് പോയാൽ മതി. മാസ് സ്പെക്ട്രോമീറ്റർ. അപ്പം അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം മാസ് സ്പെക്ട്രോഗ്രാഫ് എന്നൊക്കെ പറയും. അപ്പം ഈ മാസ് സ്പെക്ട്രോഗ്രാഫ് ഉപയോഗിച്ചാണ് ചെറിയ മാസസ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം അവിടെ നമ്മൾ റേഡിയസ് ഓഫ് ട്രാജക്ടറി ഈസ് പ്രൊപ്പോർഷണൽ ടു മാസ് എന്നാണ്. ഈ പാർട്ടിക്കിള്, ചെറിയ പാർട്ടിക്കിളില്ലേ, ആ പാർട്ടിക്കിൾ കറങ്ങും. ആ കറങ്ങുന്ന പാത്തിന്റെ ട്രാജക്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാജക്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാജക്ടറി എന്ന് പറഞ്ഞാൽ പാത്ത്. അപ്പൊ നോക്കൂ, ശ്രീകുട്ടൻ സ്കൂളിലേക്ക് നടന്നു പോകുന്നു. നടക്കുമ്പോഴത്തേക്ക് പെമ്പിളരെ കണ്ടാൽ അവന്റെ ട്രാജക്ടറി തെറ്റും എന്ന് പറഞ്ഞാൽ എന്താണ്? വഴി തെറ്റുമെന്ന്. അപ്പൊ നോക്കൂ, അപ്പൊ ശ്രീകുട്ടൻ ആള് ഭയങ്കര കുഴപ്പക്കാരനാണ്. അപ്പൊ ശ്രീകുട്ടന്റെ ട്രാജക്ടറി തെറ്റി എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റിയെന്ന്? വഴി തെറ്റിയെന്ന്. അപ്പൊ നോക്കൂ, അപ്പൊ മാസ് സ്പെക്ട്രോമീറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയ പാർട്ടിക്കിൾസിന്റെ മാസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന സെറ്റപ്പാണ്. അപ്പൊ അവിടെ പാർട്ടിക്കിൾ ഒരു പാത്തിൽ കൂടെ പോകും. ആ പാത്തിന്റെ
സർക്കുലർ പാത്ത് ആയിരിക്കും. അപ്പോൾ പാത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് മാസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പം മാസ് കൂടിയ പാർട്ടിക്കിൾ ആണെങ്കിൽ വലിയ സർക്കിളിൽ വലിയ പാത്തിലായിരിക്കും കറങ്ങുന്നത്, വലിയ സർക്കിളിലായിരിക്കും കറങ്ങുന്നത്. അപ്പോൾ റേഡിയസ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് പ്രൊപ്പോർഷണൽ ടു മാസ്. ഇത് നമുക്ക് നെക്സ്റ്റ് ഇയർ ആഡംബരത്തിൽ പഠിക്കാം. ഇപ്പം നമ്മൾ ജസ്റ്റ് പറഞ്ഞു കളയുക. സോ നെയിം ദ ടെക്നിക് യൂസ്ഡ് ടു ഫൈൻഡ് ദ മാസ് ഓഫ് സ്മോളർ പാർട്ടിക്കിൾസ്, മാസ് സ്പെക്ട്രോമീറ്റർ. Then what is the principle used? Mass of the particle is proportional to radius of the trajectory. Okay, trajectory means path. Okay, so name the technology used or technique used to calculate mass of small particles, mass spectrometer. Then what is the principle used there? Mass of the particle will be proportional to radius of the trajectory. Okay, keep in mind. ഇനി ലോകത്തിലെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ക്ലോക്കിന്റെ പേരാണ് CCM ക്ലോക്ക്. എന്താണ് പേര്? CCM ക്ലോക്ക്. CCM ക്ലോക്ക്. അറ്റോമിക് ക്ലോക്ക് എന്ന് പറയും. എന്താണ് അതിന് പറയുക? അറ്റോമിക് ക്ലോക്ക്. ലോകത്തിലെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ക്ലോക്കാണ് അറ്റോമിക് ക്ലോക്ക്. നിങ്ങളുടെ കയ്യിൽ ഉപയോഗിക്കുന്ന അറ്റോമിക് ക്ലോക്ക് ആണോ? അല്ല. അപ്പോൾ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ക്ലോക്ക് ഏതാണ്? CCM ക്ലോക്കാണ്. നമ്മുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച് ഏതാണ്? ക്വാർട്സ് ക്ലോക്കാണ്. ക്വാർട്സ് വാച്ചാണ്. ക്വാർട്സ്. ഇപ്പൊ ക്വാർട്സ് എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റലാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഇങ്ങനെ ഒരേ ഇന്റർവെല്ലിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനകത്ത് ഒരു ബാറ്ററി ഒക്കെ ഉണ്ടല്ലോ, ബാറ്ററിയിൽ നിന്ന് സപ്ലൈ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ ഒരു ചേഞ്ചും ഇല്ലാത്ത അടിപൊളി വൈബ്രേഷനാണ്. ഒരേപോലെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ വൈബ്രേഷനെ കറക്കമാക്കി മാറ്റുകയാണ്. അപ്പോൾ അതാണ് ക്വാർട്സ് വാച്ച്. അപ്പോൾ ക്വാർട്സ് വാച്ചും ആക്യുറേറ്റ് തന്നെ. സോ വിച്ച് ഈസ് എ മോസ്റ്റ് ആക്യുറേറ്റ് വാച്ച്? CCM ക്ലോക്ക് ഓർ അറ്റോമിക് ക്ലോക്ക്. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. ഒരു പ്രോബ്ലം ആണ്, അതൊന്ന് വായിക്കണം. നിയറസ്റ്റ് സ്റ്റാർ ടു അവർ സോളാർ സിസ്റ്റം എന്ന് പറയുന്ന ഒരെണ്ണം. ഇനി നമുക്ക് ടോപ്പിക്ക് തീരാറായി കേട്ടോ. അടുത്ത ക്ലാസ് കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാം കഴിയും. അപ്പോൾ അത് ഒന്ന് ആഡംബരത്തിൽ ഇരിക്കണം, സ്മാർട്ടായിട്ടിരിക്കണം. ചാപ്റ്റർ തീരാറായി എന്ന് പറയുമ്പോഴത്തേക്ക് ടെസ്റ്റ് ആവാറായി എന്നാണ് എൻ്റെ മീനിങ്. അപ്പോൾ അതുകൊണ്ട് വൃത്തിയായിട്ട് പഠിച്ചോ. അടുത്ത സാധനം പഠിച്ചോ, വായിച്ചോ. ക്വസ്റ്റ്യൻ വായിച്ചോ? എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? The nearest star to our solar system is 4.29 light year away. നമ്മുടെ സോളാർ സിസ്റ്റത്തിനോട് ഏറ്റവും അടുത്ത സ്റ്റാറിലേക്കുള്ള ദൂരം 4.29 ലൈറ്റ് ഇയർ ദൂരെയാണ്. അപ്പം നമ്മളവിടെ ഏറ്റവും അടുത്ത നമ്മുടെ സോളാർ സിസ്റ്റത്തിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന സ്റ്റാറിലേക്കുള്ള ദൂരം എത്രയാണ്? 4.29 ലൈറ്റ് ഇയർ ആണ്. ഇതിനെ പാർസെക്കിലോട്ട് മാറ്റണം. ഇങ്ങോട്ട് നോക്കൂ. 4.29 ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു ഡാഷ് പാർസെക്. ഇതാണ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട്. അപ്പം നമുക്ക് ആദ്യം ആ കാര്യം ചെയ്യാം. നോക്കൂ, നമുക്ക് കഥകളെല്ലാം അറിയാവുന്നതാണ്. ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 9.46 into 10⁻15 മീറ്റർ അല്ലേ? ഓക്കെ, ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 9.46 into 10⁻15 മീറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ 4.29 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4.29 into 9.46 into 10⁻15 മീറ്റർ ആയിരിക്കില്ലേ? ഇതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോക്കൂ, ഒരു ചക്ക ഇത്രയാ. ഒരു ചക്കയ്ക്ക് 50 രൂപയാണെങ്കിൽ 5 ചക്കയ്ക്ക് എത്ര? ഒരു ചക്കയ്ക്ക് 50 രൂപയാണെങ്കിൽ 5 ചക്കയ്ക്ക് എത്ര രൂപ? 5 into 50 എന്ന് പറയുന്ന പോലെ ഒരു ലൈറ്റ് ഇയർ എത്രയും മീറ്റർ. അപ്പോൾ 4.2 ലൈറ്റ് ഇയർ എത്ര? ഇതേ ഇൻറ്റു ഈ നമ്പർ. ഓക്കെ, അപ്പോൾ ഇത്രയും മീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് ഒരു പാർസെക് എന്ന് പറഞ്ഞാൽ എത്രയാ? 3.08 into 10⁻16 മീറ്റർ അല്ലേ? അപ്പോൾ ഇതാണ് ഒരു പാർസെക്. അല്ലെങ്കിൽ 3.08 into 10⁻16 മീറ്റർ ആണ് ഒരു പാർസെക്. തിരിച്ച് എഴുതിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര വരും മക്കളെ? ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 1 പാർസെക് ഡിവൈഡഡ് ബൈ 3.08 into 10⁻16 അല്ലേ? അപ്പോൾ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയും പാർസെക് ആണ്. അങ്ങനെയാണെങ്കിൽ 4.29 into 9.46 into 10⁻15 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര? നിങ്ങൾ തന്നെ പറയൂ. 1/3.08 into 10⁻16 into പറയൂ ഇത് 4.29 into 9.46 into 10⁻15.
ഇത്രയും പാർസെക്. ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ ആൻസറായി 4.29 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് എത്രയായി? ഇത്രയും പാർസെക് എന്നായി. കുഴപ്പമുണ്ടോ? അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 1.32 എന്നാണ്. അത്രയും പാർസെക്. മനസ്സിലായവരും ആവാത്തവരും ഒക്കെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ചോദിച്ച് നമ്മളെ കിളിയൊക്കെ പറത്തുക അവരുടെ ഹോബിയാണ്. സൊല്യൂഷൻ എന്താണ്? 4.29 ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു ഡാഷ് പാർസെക്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിനകത്ത് ഗവേഷണം ഒന്നും നടത്തുന്നുണ്ട്. ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 9.46 × 10⁻15 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 4.29 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 4.29 × ഇത്രയും മീറ്റർ. ഓക്കെ, അപ്പോൾ 4.29 ലൈറ്റ് ഇയറിനെ നമ്മളിപ്പോൾ എന്തിലോട്ട് മാറ്റി? മീറ്ററിലോട്ട് മാറ്റി. ഇനി 3.08 × 10⁻16 മീറ്റർ ആണ് ഒരു പാർസെക്. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇതേ ബൈ ഇത് ഇത്രയും പാർസെക് ആണ്. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയും പാർസെക് ആണെങ്കിൽ ഇത്രയും മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര പാർസെക്? എന്ത് ചെയ്യും? ഇതിനെ അതുകൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 1.32 പാർസെക്. കുഴപ്പമുണ്ടോ? അപ്പോൾ നമ്മുടെ ആൻസറായി 4.29 ലൈറ്റ് ഇയറിനെ നിങ്ങളിപ്പോൾ എന്തിലോട്ട് മാറ്റി? പാർസെക്കൻഡിലോട്ട് മാറ്റി, പാർലാക്റ്റിക് സെക്കൻഡിലോട്ട് മാറ്റി. 1.32 parsec. Once again, I will explain. So listen, 4.29 light year is equal to dash parsec. It is a question. So 1 light year is equal to 9.46 into 10 raised to 15 meter. So 4.29 light year is equal to 4.29 into 9.46 into 10 raised to 15 meter. So you converted 4.29 light year to meter. Then this is to be converted to parsec. So you will get your answer. See, 3.08 into 10 raised to 16 meter is 1 parsec. So 1 meter will be this divided by this much parsec. So 1 meter is this much parsec. So this much meter will be equal to dash parsec. This into this. So I am getting 1.32 parsec. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, എൻ്റെ രണ്ടാമത്തെ പാർട്ട്. ഹൗ മച്ച് പാരലാക്സ് വുഡ് സ്റ്റാർ ഷോ വെൻ വ്യൂഡ് ഫ്രം 2 ലൊക്കേഷൻസ് ഓഫ് എർത്ത് 6 months apart in its orbit around the sun എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ പടം വരയ്ക്കാം. ഇത് നമ്മുടെ സൺ ആണ് കേട്ടോ. ഇത് സൺ ആണ്. ഇനി സണ്ണിന് ചുറ്റും ആരാണ് കറങ്ങുന്നത്? നമ്മുടെ എർത്ത് കറങ്ങും. എർത്ത് കറങ്ങുകയാണ്. അപ്പോൾ ഇതാരാ? എർത്താണ്. 6 മാസം. അപ്പോൾ ഒരു പ്രാവശ്യം കറങ്ങി വരാൻ എത്ര സമയം എടുക്കും? 1 വർഷം എടുക്കും. 365 days or 1 year. 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഈ എർത്ത് ഇവിടെ എത്തൂലേ? 6 മാസം കഴിയുമ്പോൾ എർത്ത് ഇവിടെ എത്തും. അപ്പോൾ ഇവിടെ ഇപ്പോൾ സണ്ണിന് ചുറ്റും എത്ര എർത്തുണ്ട്? 2 എർത്തുണ്ട് അല്ലേ? 2 അല്ല 4. എന്തോന്ന് അഭിരാമേ പറയുന്നത്? സണ്ണിന് ചുറ്റും എത്ര എർത്തുണ്ട്? 4 എണ്ണം ഉണ്ടോ? ഇല്ല. ഈ എർത്ത് 6 മാസം കഴിയുമ്പോൾ ഉള്ള പൊസിഷനാണിത്. അപ്പോൾ ഇത് ഇനീഷ്യൽ പൊസിഷൻ, ഇത് ന്യൂ പൊസിഷൻ. അപ്പോൾ എത്ര പൊസിഷൻ? ഇത് ഇപ്പോൾ ഉള്ള എർത്ത് 6 മാസം കഴിയുമ്പോൾ ഉള്ള എർത്ത് ഇവിടെ ആവും. ഓക്കെ, സംശയമൊന്നുമില്ല. അപ്പോൾ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് എൻഡിൽ വരും. ബുദ്ധിമുട്ടില്ല. ഇനി ഇതാണ് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർ, സോളാർ സിസ്റ്റത്തിന് അടുത്തുള്ള നിയറസ്റ്റ് സ്റ്റാർ. അവിടെ ഇരിക്കട്ടെ. ഇനി ഈ പൊസിഷനിൽ നിന്ന് സ്റ്റാറിനെ നോക്കിയെന്ന് ആദ്യം, ഇതാണ് വ്യൂ ഡയറക്ഷൻ. 6 മാസം കഴിഞ്ഞ് ഇവിടെ നിന്നിട്ട് നോക്കിയെന്ന്, ഇതാണ് അടുത്ത വ്യൂ ഡയറക്ഷൻ. ഇനി ഇതാണ്ടേ, ഈ ദൂരം എത്രയെന്ന് ബുദ്ധിയുള്ള ഇപ്പൊ എനിക്ക് പറഞ്ഞു തരും. ഈ ദൂരം എത്രയാ? എർത്ത് തൊട്ട് സൺ വരെയുള്ള ദൂരം 1 AU അല്ലേ? എർത്ത് തൊട്ട് സൺ വരെയുള്ള ദൂരം 1 AU. അപ്പൊ ഈ ടോട്ടൽ ദൂരം എത്രയായി? 2 AU ആയോ? 2 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയോ? ഇനി പിന്നെന്ത് പറഞ്ഞിട്ടുണ്ട്? എർത്ത് തൊട്ട് ഈ സ്റ്റാർ വരെയുള്ള ദൂരം എത്രയെന്ന് നമുക്കറിയാം. അതല്ലേ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തേ. എർത്ത് തൊട്ട് സ്റ്റാർ വരെയുള്ള ദൂരം എത്രയാണ്? 4.29 ലൈറ്റ് ഇയർ ആണ്, അല്ലെങ്കിൽ ഇത്രയും പാർസെക് ആണ്, അല്ലെങ്കിൽ ഇത്രയും മീറ്റർ ആണ്. ശരിയല്ലേ? അപ്പൊ ഞാൻ ഈ ദൂരം അറിയാം. ഇത് എത്രയാ? 4.29 ഇൻറ്റു 9.46 ഇൻറ്റു 10 raised to 15 മീറ്റർ. നമുക്ക് SI അല്ലേ വേണ്ടി? ഓക്കെ, അപ്പോൾ എർത്ത് തൊട്ട് സ്റ്റാർ വരെയുള്ള ദൂരം ഇത്രയും മീറ്റർ ആണ്. ഇനി നിങ്ങൾ പറയൂ, ഹൗ മച്ച് പാരലാക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഹൗ മച്ച് ഈസ് എ പാരലാക്സ്? അതായത് ഇവിടുത്തെ ഈ ആംഗിൾ എത്ര? ഹൗ മച്ച് പാരലാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനാണ്? ആംഗിൾ കണ്ടുപിടിക്കാനാണ്. ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ തന്നെ പറയൂ. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് അല്ലേ? അപ്പോൾ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. തീറ്റ ഈസ് ഈക്വൽ ടു, പറയൂ, ഇവിടുത്തെ ആർക്ക് എത്ര മക്കളെ? 2 astronomical unit അല്ലേ? ഡിവൈഡഡ് ബൈ ഇവിടുത്തെ റേഡിയസ് എത്ര? 4.29 ഇൻറ്റു 9.46 ഇൻറ്റു 10 raised to 15 എന്നായി. ഇനി
നമുക്ക് അടുത്ത സാധനത്തിലേക്ക് നോക്കണം. നോക്കൂ, ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1.496 × 10⁻11 മീറ്റർ അല്ലേ? അപ്പൊ 2 അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 × 1.496 × 10⁻11 മീറ്റർ അല്ലേ? ഡിവൈഡഡ് ബൈ 4.29 × 9.46 × 10⁻15. So you can get your answer. Theta equal to, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ആൻസർ 7.37 × 10⁻6 എന്ന് കിട്ടും. ഇനി നമ്മളെല്ലാം SI തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പൊ ആംഗിളിന്റെ യൂണിറ്റ് SI ആയിരിക്കും. ഏതാണ് ആംഗിളിന്റെ യൂണിറ്റ്? റേഡിയൻ. ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു. ഞാൻ ഒന്നും കൂടെ സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ പറയാം. ഫസ്റ്റ് പാർട്ട് പറയുന്നില്ല, സെക്കൻഡ് പാർട്ട് മാത്രം. സോ ലിസൺ. See, this is sun. The earth is orbiting in its orbit around sun. So what is the total time taken? Total time taken is 1 year. So this is the initial position of earth. Then after 6 months, the earth will be here, diametrically opposite end. Am I right? Then see, this is the nearest star to our solar system. Am I right? So from this initial position, I am observing this. Okay. Then after 6 months, I am observing this. Okay. The angle between these two view directions, they have asked. Then see, the distance between earth and sun is 1 astronomical unit. Distance between earth and sun, 1 astronomical unit. So this total distance, 2 astronomical unit. Then distance between earth and star is given. It is 4.29 light year. Okay. Then it is equal to this much meter. So I wrote it here. Then see, what is theta? How much parallax means? You have to calculate theta. So theta, how will you calculate? Angle is equal to arc by radius. So angle is equal to, what is arc? It is 2 astronomical unit divided by radius is this one. Okay. Then 1 astronomical unit is equal to 1.496 × 10⁻11 meter. So 2 astronomical unit is 2 × 1.496 × 10⁻11. That divided by this, you can get your answer. So answer in SI units. What is SI unit? Radian. ഒന്നുകൂടെ പറയണോ? See, this is sun. The earth is revolving around it. So for one revolution, how much time? 1 year. Then this is the initial position of earth. After 6 months, the earth will be here. So diametrically opposite end. From here, you are observing your star. So this is the first view direction. From here, you are observing the star again. So the second view direction. Then the angle between the two view directions they have asked. So what is theta? Then see, this distance will be 2 astronomical unit. So you can convert that to meter. Then this distance they have given in light year. So you converted that to what? Meter. So it is here. So you write it here. Then how will you calculate angle? Angle is equal to arc by radius. Then put the values. You will get your answer. What is answer? 7.37 × 10⁻6 radian. നല്ല ക്വസ്റ്റൻ അല്ലേ? ഇനി അടുത്തതിലേക്ക് പോവാം. ഓക്കെ, വായിച്ചു നോക്കൂ. വെൻ ദ പ്ലാനറ്റ് ജൂപ്പിറ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒരു കാര്യം കൂടെ, ഈ പടം എല്ലാം വരച്ചിട്ടോണം നിങ്ങളുടെ നോട്ട്സിൽ. കാരണം അതിനകത്ത് ആ പടം കൊടുത്തിട്ടില്ല, നിങ്ങൾ തനിയെ വരയ്ക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ തോന്നും പിന്നീട്. ആ പടം വരച്ചിട്ട് ഓടണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ പെട്ടെന്ന്. അതും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും പ്രയാസമുള്ളതല്ല, പെട്ടെന്ന് വായിക്കൂ. വായിച്ചോ. When the planet Jupiter is at a distance of 824 million kilometer away from Earth, its angular diameter is 35.72 second of arc. Calculate its diameter. അത് സിമ്പിൾ ആണ്. So listen. This is Jupiter. ഇതാരാ? നമ്മുടെ ജൂപ്പിറ്റർ ആണ് കേട്ടോ. ജൂപ്പിറ്റർ ആണ്. ഇത് അതിന്റെ ഡയമീറ്റർ ആണ്. ഡൗട്ട് ഒന്നുമില്ല. ദിസ് പോയിന്റ് ഈസ് കോൾഡ് എ, ദിസ് പോയിന്റ് ഈസ് കോൾഡ് ബി. ദെൻ ഇത് നമ്മുടെ എർത്താണ്. അപ്പൊ ഈ സ്പോട്ട് എന്ന് പറയുന്നത് എർത്താണ്. എർത്തിലെ ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇവിടെ എന്നിട്ട് സി ഐ എം ഒബ്സർവിംഗ് ദിസ് എൻഡ്. സോ ദിസ് ഈസ് എ ഫസ്റ്റ് വ്യൂ ഡയറക്ഷൻ. ദെൻ ഐ എം ഒബ്സർവിംഗ് ദിസ് എൻഡ്. So this is a second view direction. The angle between the two view directions is theta. ഈ രണ്ട് വ്യൂ ഡയറക്ഷൻസിനിടയ്ക്കുള്ള ആംഗിൾ എത്രയാ? തീറ്റ. തീറ്റ തന്നിട്ടുണ്ട്. തീറ്റ ഈസ് ഈക്വൽ ടു 35.72 സെക്കൻഡ്. ആർക്ക് സെക്കൻഡ് എന്നാണ് അല്ലേ? അതിനെ നമ്മൾ അപ്പോഴേ എന്തിലോട്ട് മാറ്റണം? റേഡിയനിലോട്ട് മാറ്റണം. നമ്മൾ പഠിപ്പിച്ചതാണ്. എന്ത് ചെയ്യണം?
see 35.72 into 4.8 into 4.85 ആണ് into 10 raised to minus 6 മൾട്ടിപ്ലൈ ചെയ്താൽ ആംഗിൾ റേഡിയനിൽ കിട്ടും. ഇതൊന്ന് ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ ആംഗിളിനെ റേഡിയനിലോട്ട് മാറ്റി. ഇതിനകത്ത് ബുദ്ധിമുട്ടൊന്നും വന്നില്ല. മൾട്ടിപ്ലൈ ഒന്നും വേണ്ട നിങ്ങൾ. ഇനി പിന്നെന്താണ് വന്നിരിക്കുന്നത്? ജൂപ്പിറ്റർ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 824.7 മില്യൺ കിലോമീറ്റർ ഫ്രം എർത്ത്. എർത്ത് തൊട്ട് ജൂപ്പിറ്റർ വരെയുള്ള ഈ ദൂരം ഇത് എത്രയാ? ദൂരം ഈസ് 824.7 മില്യൺ കിലോമീറ്റർ. മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലാക്ക്. 10 ലാക്ക് നമുക്കൊന്ന് എഴുതി നോക്കാം. ഇത് 1000 ആയി. 10,000 ലാക്ക് 10 ലാക്ക്. എത്ര സീറോ ഉണ്ട്? 10 raised to 6 അല്ലേ? അപ്പൊ മില്യൺ എന്ന് പറഞ്ഞാൽ 10 raised to 6 ആണ്. അപ്പൊ ഇസ് ഈക്വൽ ടു 824.7. മില്യൺ എന്ന് പറഞ്ഞാൽ 10 raised to 6. കിലോ എന്ന് പറഞ്ഞാൽ 10 raised to 3. മീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ തന്നെ. അപ്പൊ എത്രയായി? 824.7 into 10 raised to 9 മീറ്റർ ആണ് ഈ സൈഡ്. ഓക്കെ, നിങ്ങളുടെ ചോദിച്ചിരിക്കുന്ന സംഭവം എന്താണ്? വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ജൂപ്പിറ്റർ? ഡയമീറ്റർ ഓഫ് ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ എ ബി അല്ലേ? സോ ഡയമീറ്റർ ഓഫ് ജൂപ്പിറ്റർ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സോ വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ജൂപ്പിറ്റർ? നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ആംഗിൾ ഈസ് ഈക്വൽ ടു, പറയൂ, ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ? ആംഗിൾ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ആർക്ക്? ആർക്കാണ് എ ബി. സോ എ ബി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ജൂപ്പിറ്റർ ഡിവൈഡഡ് ബൈ റേഡിയസ്. ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് ഇതല്ലേ? ഇത് എത്രയാ? 824.7 into 10 raised to 9. ഇനി ഇവിടെ തീറ്റയുടെ വാല്യൂ ഇവിടെ ഇടൂ. തീറ്റ എത്രയാ? what is തീറ്റ? ഞാൻ ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. തീറ്റ എത്രയാ? 35.72 into 4.85 into 10 raised to minus 6 is equal to diameter of Jupiter divided by 824.7 into 10 raised to 9. Then cross. So diameter of Jupiter is equal to, tell me, 35.72 into 4.85 into 10 raised to minus 6 into 824.7 into 10 raised to 9. Okay, then multiply. So you can get your answer. So answer വരുന്നത് 1.4 into 10 raised to 8 എന്നാണ്, മീറ്റർ എന്ന് വരും. ഇത് സിമ്പിൾ അല്ലേ? സ്ട്രൈറ്റ് ക്വസ്റ്റൻ ആണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ സ്റ്റാർട്ടിംഗ് കൊണ്ട് പറയാം. See, this is a point on earth surface. Okay, from this point I am observing two diametrically opposite points of Jupiter. Okay, first view direction, second view direction. Angle between these two is theta. Theta is given 35.72 arc second. So arc second, how will you convert arc second to radian? Multiplied by 4.85 into 10 raised to minus 6. Okay, that much radian. So angle you know. Then distance between Earth and Jupiter given, these much million kilometers. Million is 10 raised to 6, kilo is 10 raised to 3, meter is meter. So it is 824.7 into 10 raised to 9 meter. So this distance is also you know. Then you have to calculate AB. AB is a diameter. How will you calculate? You know the equation, angle is equal to arc by radius. Okay, then angle theta is equal to arc is diameter of Jupiter divided by radius is this one. Okay, then putting the value of theta, then crossing, you are getting diameter is equal to this into that, you will get 1.4 into 10 raised to 8 meter. പ്രയാസം ഉണ്ടോ? കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ എനിക്കിപ്പോൾ ഇതിലിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല, പെട്ടെന്ന് നോക്കി എഴുതാന്നുള്ളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലാതെ നോക്കിയിട്ട് നോട്ടിൽ നോക്കിയിട്ട് നല്ല സന്തോഷം, എഴുതാൻ നല്ല സുഖം തോന്നും, പക്ഷേ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴേ അതിൻ്റെ സുഖം മനസ്സിലാവും. നല്ല പ്രയാസമാണ്. അപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ പടാ ചെയ്ത് റെഡി ആയിക്കോണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ. ഡ്യൂറിങ് സോളാർ എക്ലിപ്സ് എന്നുള്ള പ്രോബ്ലം വായിച്ചു നോക്കൂ. അത് നല്ല ക്വസ്റ്റ്യനാണ്. വായിച്ചോ. During total solar eclipse, the disk of moon almost completely covers the disk of sun. സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, സൺ അവിടെ നിൽക്കുകയാണ്.
സൺ എന്ന് പറഞ്ഞാൽ നമ്മളെ പാക്കരണ്ണൻ. നോക്കൂ, അറിഞ്ഞൂടെ സണ്ണിൻ്റെ പര്യായ പദങ്ങൾ എഴുതുക. മലയാളത്തിൽ പണ്ട് ടീച്ചറൊക്കെ പഠിപ്പിച്ചില്ലേ? അപ്പം നമുക്ക് എഴുതി തള്ളിയതാണ്. സോലിസൺ, പാക്കരൻ, പിന്നെ നമുക്ക് അവസാനം ബാക്കി എഴുതാൻ അറിഞ്ഞൂടാത്തതുകൊണ്ട് പിന്നെ അപ്പുറത്തണ്ണൻ്റെ സോമൻ, നോക്കൂ, ശശി, ഇതെല്ലാം നമുക്ക് തോന്നിയ പേരുകളൊക്കെ എഴുതിയല്ലേ? ഷിബു, പല പല പേരുകൾ എഴുതി. ഇങ്ങോട്ട് നോക്കി, അപ്പം ഇങ്ങോട്ട് നോക്കൂ, ദോ ഇല്ല നിൽക്കുന്ന ആര്? സണ്ണിനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ബുക്ക് എടുത്ത് വെച്ചാൽ എനിക്ക് സണ്ണിനെ കാണാൻ പറ്റില്ല. അപ്പം ഇവിടെ മൂൺ കയറി ബ്ലോക്ക് ആകുമ്പോഴത്തേക്ക് സണ്ണിനെ എനിക്ക് കാണാൻ പറ്റില്ല. ഇതിനെയാണ് എന്തെന്ന് പറയുക? സോളാർ എക്ലിപ്സ്. അപ്പോൾ നോക്കൂ, അവിടെ സണ്ണിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. നോക്കൂ, ആരതിൻ്റെ ഇടയിൽ കയറി വരുന്നു? ശശി അണ്ണൻ അതിൻ്റെ ഇടയിൽ കയറി വരുന്നു. ഹൂ ഈസ് ദിസ് ശശി അണ്ണൻ? നോക്ക്, നമ്മുടെ ചന്ദ്രണ്ണൻ. നോക്കൂ, ചന്ദ്രണ്ണൻ അവിടെ കയറി വരുന്നു. അപ്പോൾ ആര് ബ്ലോക്കായി? സൺ ബ്ലോക്കായി. ഇതിനെ വിളിക്കുന്ന പേരാണ് അപ്പോൾ സോളാർ എക്ലിപ്സ്. അപ്പം നോക്കൂ, അപ്പോൾ പാക്കരനെ ശശി മറയ്ക്കുമ്പോഴത്തേക്കാണ് എന്തെന്ന് പറയുന്നത്? പാക്കരൻ വെൻ കവേർഡ് ബൈ ശശി ഗീവ്സ് ഡാഷ്, പറയൂ, സോളാർ എക്ലിപ്സ്. അപ്പോൾ ഓർത്ത് വെച്ചോണം. അപ്പം പാക്കരനെയും ശശിയെയും മറക്കരുത്. പാക്കരനെ ആര് വെട്ടി? ശശി കയറി വെട്ടി. സോ പാക്കരനെ ശശി കയറി വെട്ടി, ബ്ലോക്ക് ചെയ്തു. ഓക്കെ, ഇനി സി ഡ്യൂറിങ് സോളാർ എക്ലിപ്സ് disk of moon almost completely covers a disk of sun. അതാ നോക്ക്, ഇതാര്? നമ്മുടെ സൺ ഉണ്ടോ? ഇതാണ് ഡയമീറ്റർ ഓഫ് സൺ. ഓക്കെ, ഇതാരാ? ഇത് നമ്മുടെ മൂൺ. മൂൺ, ഇത് ഡയമീറ്റർ ഓഫ് മൂൺ. ഇനി ഇതാര്? നമ്മളിവിടെ നിന്ന് നോക്കുകയാണ്. അപ്പം ഇത് നമ്മുടെ ഐ ആണ് കേട്ടോ, കണ്ടോ? നമ്മുടെ ഐ ആണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആദ്യം ആരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു? ഇവിടെ ഇങ്ങനെ നോക്കിയായിരുന്നു അല്ലേ? ഇനി ഇവിടെ നോക്കിയായിരുന്നു അല്ലേ? ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് ശശി എണ്ണം കയറി ഇടയ്ക്ക് വീണത് അല്ലേ? ആരെ ബ്ലോക്ക് ചെയ്തു? ഇപ്പം നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റുന്നില്ല? സണ്ണിനെ കാണാൻ പറ്റുന്നില്ല. ഇനി ഇവിടെ നോക്കൂ, ഈ പോയിന്റിനെ ഞാൻ O എന്ന് വിളിക്കാം, ഇതിനെ A എന്ന് വിളിക്കാം, ഈ പോയിന്റിനെ B എന്ന് വിളിക്കാം, ഈ പോയിന്റ് C, ഈ പോയിന്റ് D. കണ്ടോ? എന്തെങ്കിലും തോന്നുന്നോ? രണ്ട് ട്രയാങ്കിൾസ് ഇവിടെ ഇരിപ്പുണ്ട്. അതാണ്ട് ഒരു ചെറിയ ട്രയാങ്കിളും ഒരു വലിയ ട്രയാങ്കിളും. അപ്പൊ ചെറിയ ട്രയാങ്കിൾ ഒന്ന്, വലിയ ട്രയാങ്കിൾ ഒന്ന്. ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഈ ആംഗിൾ സെയിം അല്ലേ? അപ്പൊ ഞാൻ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് വരച്ചാൽ ഇതൊരു കുഞ്ഞൻ ട്രയാങ്കിൾ. ഇത് OAB. അപ്പൊ ഇതാണ് അതിന്റെ ആംഗിൾ അല്ലേ? ഇനി വലിയ ട്രയാങ്കിളിനെ വരയ്ക്കാം. നോക്കൂ, വലുത് കണ്ടോ? അപ്പൊ അതിന്റെയും ഈ ആംഗിൾ, ഈ രണ്ട് ആംഗിൾ സെയിം അല്ലേ? ഈ ആംഗിൾ രണ്ടും സെയിം. ഇനി അടുത്ത് നോക്കൂ, രണ്ട് പാരലൽ ലൈൻസ് ട്രാൻസ്വേഴ്സൽ. അപ്പൊ ഈ ആംഗിൾ കണ്ടോ? രണ്ട് സെയിം ആയിരിക്കും. അപ്പൊ ഈ ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ രണ്ട് ആംഗിള് സെയിം ആണെങ്കിൽ നാച്ചുറലി മൂന്നാമത്തെ ആംഗിൾസ് സെയിം ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ ചിന്തിക്കൂ, പാരലൽ ലൈൻസ് ട്രാൻസ്വേഴ്സൽ. അപ്പൊ ഈ ആംഗിൾസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ആംഗിളും എന്താണ്? സെയിം ആണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, അപ്പൊ രണ്ട് ട്രയാങ്കിളിന്റെയും ആംഗിൾസ് സെയിം അല്ലേ? അപ്പൊ രണ്ട് ട്രയാങ്കിൾ, ഒന്ന് ചെറുത് ഒന്ന് വലുത്. അപ്പൊ ഇത് രണ്ടും സിമിലർ ഫിഗേഴ്സ് അല്ലേ? അപ്പൊ രണ്ട് ട്രയാങ്കിൾസും എന്താണ്? സിമിലർ ആണ്. സിമിലാരിറ്റി തിയറം. രണ്ട് ആംഗിൾ ഈക്വൽ ആയാൽ മതി, ഓട്ടോമാറ്റിക്കലി ഇത് രണ്ടും സിമിലർ ആയി. അപ്പൊ അതാ നമ്മുടെ ട്രയാങ്കിൾസ് ഇവിടെ ഇരിപ്പുണ്ട്. പേരുകൾ നോക്കൂ, OCD, അടുത്ത OAB. ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഇനി കഥകളെല്ലാം വായിച്ചു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. ഇവിടെയാണ്, ഇതാണ് എർത്ത്. എർത്ത് തൊട്ട് സൺ വരെയുള്ള ദൂരം, അതായത് OC തന്നിട്ടുണ്ട്. OCയുടെ വാല്യൂ പറയൂ. OC എത്ര? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ തന്നില്ലെങ്കിൽ നമുക്ക് അറിഞ്ഞൂടെ? ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എത്രയത്? 1.496 ഇൻറ്റു എത്ര? 10⁻11 മീറ്റർ. അപ്പോൾ അത് നമുക്കറിയാം. ഇനി അടുത്ത ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂൺ. എർത്ത് തൊട്ട് മൂൺ വരെയുള്ള ദൂരം അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. എത്രയാണ്? 3.8 ഇൻറ്റു 10⁻8 മീറ്റർ. ഇതും തന്നിട്ടുണ്ട്. ഇനി ഡയമീറ്റർ ഓഫ് സൺ തന്നിട്ടുണ്ട്. സണ്ണിന്റെ ഡയമീറ്റർ അതല്ലേ CD, ഇത് തന്നിട്ടുണ്ട്. 13.9 ഇൻറ്റു 10⁻8 മീറ്റർ. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഡയമീറ്റർ ഓഫ് ശശി അണ്ണൻ? ശശി അണ്ണന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ AB എത്രയെന്ന്? ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ കാണുമെങ്കിൽ പിടിച്ച് കടിച്ചു തരും. നോക്കൂ, അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ചെയ്യുക. സോ ലിസൺ, ഇതാര്?
നിങ്ങൾ എവിടെ നിൽക്കുന്നു? എർത്തിൽ നിൽക്കുന്നു. See, you are observing sun. In between what comes? Shashinan comes. Blocks the sun. ശരിയല്ലേ? This is called solar eclipse. So listen, this is diameter of sun, moon. This is diameter of sun. Then this is you, so your eye. Okay. Then first view direction, second view direction. Okay. You can find two triangles here. Okay. This angle is common to both. Okay. Small triangle, then bigger one. Angle common to both. So same. Then see parallel lines, transversal. These two will be same. So these two same. Then naturally these two will also be same. Otherwise parallel lines, this can be considered as a transversal. These two will be equal. Okay. Then two triangles. Then these two are similar triangles. Okay. Then see this side given. Distance between earth and moon given. Then distance between earth and sun, you know, they have given. Then diameter of sun given. Then what is diameter of moon? So shall I calculate? ഏതെങ്കിലും ഒന്നിനെ ആദ്യത്തിന് ആരെയാണ് ഇഷ്ടം? ചെറുതിനെ വലുതിനെ ഇഷ്ടം? അപ്പോൾ ചെറുതിനെയാണ്. അപ്പോൾ ചെറുതിൻ്റെ ഒരു സൈഡ് ബൈ വലുതിൻ്റെ ഒരു സൈഡ് ഈക്വൽ ടു ചെറുതിൻ്റെ അടുത്ത സൈഡ് ബൈ വലുതിൻ്റെ അടുത്ത സൈഡ്. അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ വലുതിനെയാണ് ഇഷ്ടമെങ്കിൽ വലുതിൻ്റെത് ബൈ ചെറുതിൻ്റെത് ഈക്വൽ ടു വലുതിൻ്റെത് ബൈ ചെറുതിൻ്റെത്. അങ്ങനെ എടുക്കാവൂ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പറയും. എ ബി. ചെറുതിനെ എടുക്കട്ടെ ഞാൻ. അപ്പോൾ ചെറുതിൻ്റെ സൈഡ് ബൈ വലുതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ് ഈക്വൽ ടു ചെറുതിൻ്റെ സൈഡ് ഡിവൈഡഡ് ബൈ വലുതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്. കുഴപ്പമുണ്ടോ? ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. പറഞ്ഞോളൂ. എ ബി ഇൻറ്റു 1.496 ഇൻറ്റു 10 raised to 11 is equal to 13.9 into 10 raised to 8 into 3.8 into 10 raised to 8. So what is AB? Parayu, what is AB? 13.9 into 10 raised to 8 into 3.8 into 10 raised to 8 divided by 1.496 into 10 raised to 11. The calculate edukka, you can get the diameter of moon. It will be 3.53 into 10 raised to 6 meter. So this is diameter of moon. So diameter of moon. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇതൊന്നും ഞാൻ പറയണ്ടല്ലോ. How many similar triangles are there? 2. See, the sides are given. See, side of this by side of bigger equal to side of this by side of bigger. So AB by this equal to OA by then this one. Okay. Then crossing, you are getting AB equal to 3.53 into 10 raised to 6 meter. It is a diameter of moon. Okay. Now we have to solve one more problem. അതോട് ചെയ്തിട്ട് നമുക്കൊന്ന് മതിയാക്കാം. See, read. It is claimed that എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിക്കൂ. വായിച്ചോ? ഇതാണ്. It is claimed that 2 CCM clocks allowed to run for 100 years free from any disturbances may differ only about 0.02 second. നമ്മുടെ വീട്ടിലും ക്ലോക്ക് ഉണ്ടല്ലേ? അപ്പം നമ്മുടെ വീട്ടിലെ ക്ലോക്കുകൾ രണ്ടും ഒരെണ്ണം രണ്ട് ക്ലോക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. രണ്ടിലും ഒരേ ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഒരു മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ രണ്ടും തമ്മിൽ ചിലപ്പോൾ 10 മിനിറ്റിൻ്റെയൊക്കെയാണ് ഡിഫറൻസ്. നല്ല അടിപൊളി ക്ലോക്കാണ് അല്ലേ? അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ആ ക്ലോക്കൊന്നല്ല, പുലി ക്ലോക്കാണ്, CCM ക്ലോക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ രണ്ട് ക്ലോക്ക്, ഈ രണ്ട് ക്ലോക്ക് ഒരേ ടൈം സെറ്റ് ചെയ്തു. ഓടട്ടെ, അവിടെ കിടന്ന് ഓടട്ടെ. 100 years കഴിഞ്ഞു എന്ന് നോക്കിയപ്പോഴത്തേക്ക് നോക്കൂ, CCM ക്ലോക്ക് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ആക്യുറേറ്റ് ആണ്. എങ്കിലും ചെറിയ വ്യത്യാസം വരാം. 100 വർഷം ഓടിയപ്പോൾ 0.02 വ്യത്യാസം രണ്ടും തമ്മിലുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഡസ് ദിസ് ഇംപ്ലൈ ഫോർ ദ ആക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ് CCM ക്ലോക്ക് ഇൻ മെഷറിംഗ് എ ടൈം ഇൻ്റർവൽ ഓഫ് 1 second? അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡ് എന്ന് പറയുന്ന ടൈം ഇൻ്റർവൽ കാണിക്കുന്നതിൽ ഈ ക്ലോക്ക് എത്രയുടെ എറർ വന്നേക്കാം? അപ്പോൾ 1 second, അപ്പോൾ എന്താണ് അർത്ഥം? ഈ രണ്ട് ക്ലോക്കുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടും 100 വർഷം കഴിഞ്ഞു നോക്കിയപ്പോഴും ഒരേ ടൈം ആയിരുന്നെങ്കിൽ അതിൽ എററേ ഇല്ല. അപ്പോൾ 0.02 സെക്കൻഡിൻ്റെ ഡിഫറൻസ് വന്നു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തുണ്ട്? ചെറിയ എററുണ്ട്. ഓക്കെ, അപ്പോൾ ആ ചെറിയ എറർ എന്തായാലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 second എന്നും പറഞ്ഞ് ഈ ക്ലോക്ക് കാണിച്ചു തരുന്ന വാല്യൂ ഉണ്ടല്ലോ,
അതിനകത്ത് എത്രയുടെ മിസ്റ്റേക്ക് വരാം. അപ്പോൾ ഈ രണ്ട് ക്ലോക്കും 1 സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞ് കാണിക്കുന്നത് കറക്റ്റ് അല്ല. അതുകൊണ്ടാണല്ലോ ഇത്രയും നാൾ ഓടിയപ്പോൾ വ്യത്യാസം വന്നത്. അപ്പോൾ 1 സെക്കൻഡിനകത്ത് എത്രയുടെ ഡിഫറൻസ് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. സോ വൺസ് അഗൈൻ ഐ വിൽ റീഡ്. സോ ഹൗ മെനി ക്ലോക്സ് ആർ ദെയർ? 2 clocks running for how many years? 100 years. See, after 100 years, if there is no difference for the readings, sharp clocks. So no one has created such a sharp clock. So even CCM clock is not that sharp. So God only can create such a clock. Am I right? See, CCM clocks differ by 0.02 second. See, if there is no mistake, if there is no difference, there will be no mistake. There is difference. 0.02 second difference is there. So there will be mistake. Then see, clock is giving you 1 second time. Then that 1 second may not be 1 second, sharp 1 second. So what is a mistake in giving you 1 second value? See, 1 second value തരുന്നതിനകത്ത് what is the error? See, they have asked that. See, listen, how much time the clocks are allowed to run? 100 years. So 100 years. 100 year means എത്ര സെക്കൻഡ് ആണ് ആദ്യം പറയുക? 100 year. ഇയറിനെ ഡേ ആക്കി മാറ്റൂ, ഇൻറ്റു 365. ഡേ അവർ ആക്കൂ, ഡേ അവർ ആക്കൂ 24. അവറിനെ മിനിറ്റ് ആക്കൂ, മിനിറ്റിനെ സെക്കൻഡ് ആക്കൂ, 3 സെക്കൻഡ്. കാൽക്കുലേറ്റ് ഒന്നും ചെയ്യണ്ട. സോ 100 year എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ്. ഇത്രയും സമയം ഓടിയപ്പോൾ 0.02 സെക്കൻഡിന്റെ ഡിഫറൻസ് വന്നു. ഇത്രയും സെക്കൻഡ് ഓടിയപ്പം 0.02 സെക്കൻഡിന്റെ ഡിഫറൻസ് വന്നെങ്കിൽ 1 സെക്കൻഡിൻ്റെത് എത്ര വരും? 0.02 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 365 ഇൻറ്റു 24 ഇൻറ്റു 60 ഇൻറ്റു 60. അപ്പോൾ 1 സെക്കൻഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതിനകത്ത് ഇത്രയുടെ ഡിഫറൻസ് വരും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് 6.34 ഇൻറ്റു 10⁻⁻12 സെക്കൻഡ്. അതായത് 1 സെക്കൻഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഒറിജിനൽ 1 സെക്കൻഡ് അല്ല, അതിനകത്ത് ഇത്രയുടെ എറർ ഉണ്ട്. ഇത് ഒരു കൊച്ചു ക്വസ്റ്റ്യൻ, ഒരു ലോജിക്ക് വെച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. സി, to how many clocks are there? 2 clocks. They are allowed to run for how many years? 100 years. See, if there is no time difference between the two, there is no mistake, but there is time difference between the two. So what is it? It is 0.02 second. It means there is mistake in the time shown by both the clocks. See, both the clocks are showing 1 second wrongly. Am I right? So how much mistake is there in 1 second? That is a question. See, 100 year means this much a second. This much a time running. How much a second difference? This much a second difference. So 1 second. In 1 second, what is a mistake? So this divided by that. So you are getting this answer. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ജോലി ഞാൻ പറയും. സി, ഇപ്പോൾ ഓരോ ദിവസവും പ്രോബ്ലം എഴുതി പഠിക്കണം ഹൈ സ്പീഡിൽ. നിങ്ങൾക്ക് ഇതെല്ലാം എൻട്രൻസിനും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണെന്നുള്ള ബോധം വേണം. നമ്മളിവിടെ അരമണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ഈ കാൽക്കുലേഷൻസ് എൻട്രൻസിന് 1 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടതാണ്. ആ ബോധം എല്ലാവർക്കും ഉണ്ടാവുക. അപ്പോൾ അത്രയും ഹൈ സ്പീഡിൽ എഴുതി പഠിക്കണം. അപ്പോൾ ആ ലെവലിൽ എഴുതി പഠിക്കുക. എത്രയെന്നുള്ളത് അവനവൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച് നിങ്ങൾ എഴുതി പഠിക്കുന്തോറും സ്പീഡ് നിങ്ങൾ നാച്ചുറലി കൂടി വരും. ഇതൊക്കെ എല്ലാ ടീച്ചേഴ്സും പറഞ്ഞു തരുന്നതാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും മൈൻഡ് ചെയ്യാറില്ല. ടീച്ചറിൻ്റെ ഭ്രാന്താണെന്നാണ് നമ്മുടെ വിചാരം. പക്ഷെ കുറേ കാലം കഴിയുമ്പോൾ റിയലൈസ് ചെയ്യും ടീച്ചറിൻ്റെ ഭ്രാന്തല്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അന്തമിട്ട് എഴുതി പഠിക്കുക. എഴുതി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്പീഡ് കൂടി വരും. നിങ്ങൾക്ക് എത്ര ഇപ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് 15 പ്രാവശ്യം അല്ലെങ്കിൽ 20 പ്രാവശ്യം എഴുതി പഠിച്ചാലായിരിക്കും സ്പീഡാവുന്നത്. എഴുതി പഠിക്കുക. അപ്പോൾ ഇന്ന് 20 പ്രാവശ്യം എഴുതുന്നവൻ നാളെ അത് 15 പ്രാവശ്യം എഴുതുമ്പോഴത്തേക്ക് ആ സ്പീഡ് എത്തിക്കുക. അടുത്ത ദിവസം വീണ്ടും 10 പ്രാവശ്യം എഴുതുമ്പോഴേക്കും ആ സ്പീഡ് കിട്ടി. അങ്ങനെ കുറച്ച് അവസാനം നിങ്ങൾ ഒരു 2 പ്രാവശ്യമൊക്കെ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ സ്പീഡ് ആവും. അപ്പോൾ ആ ലെവലിലേക്ക് കൊണ്ടുവരണം. അത് നിങ്ങളുടെ മാത്രം കയ്യിരിപ്പാണ്. അപ്പോൾ അത് എഴുതി പഠിച്ചോണം. ഓക്കെ.